കുറേ കുട്ടികളെ കണ്ടു. ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്ന കുട്ടികളായിരുന്നു. നമ്മൾ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഹെഡ് കോച്ചസിന് അത് കൊടുക്കും. ഫീഡ്ബാക്ക് പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്ലേയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ സൂപ്പർ ലീഗും ഈവൻ കാലിക്കറ്റ് എഫ്സിയും ത്രൂ ഔട്ട് കേരള പ്ലേയേഴ്സിനെ സെർച്ച് ചെയ്തില്ല നടത്തത്തിലാണ്. ഹോപ്പ് ചെയ്യുന്നുണ്ട് നല്ല പ്ലേയേഴ്സിനെ കിട്ടും. അതുപോലെ സൂപ്പർ ലീഗ് ഭാവിയിലേക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ഈവൻ കാലിക്കറ്റ് എഫ്സിയും അതിൻ്റെ നെക്സ്റ്റ് അടുത്ത പ്രോജക്റ്റിലായിട്ട് മൂവ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു ടോപ്പ് ക്ലാസ് ക്വാളിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും ഡയറക്റ്റായിട്ട് നമ്മൾ സൈൻ ചെയ്യും. കുട്ടികൾ അത്യാവശ്യം നല്ലതായിട്ട് ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ടെക്നിക്കലായിട്ടും നമ്മളെ ക്ലബിൻ്റെ ഫിലോസഫിയും അതിന് പറ്റിയ പ്ലേയേഴ്സ് ആണെന്നൊന്ന് നോക്കണം. സോ അതിന് പറ്റിയ പ്ലേയേഴ്സിനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ സീനിയേഴ്സ് കോച്ചസിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ നമ്മൾ ഫൈനലൈസ് ചെയ്യും. സൂപ്പർ ലീഗ് ഈ നടത്തിയ ഇനിഷ്യേറ്റീവ്, അതായത് ത്രൂ ഔട്ട് കേരള ഈ നടത്തിയ ഇനിഷ്യേറ്റീവ്, അവരെ ട്രയൽസിൻ്റെ ഇനിഷ്യേറ്റീവ്, ഇത് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതുവരെ അറിയപ്പെടാത്ത പ്ലേയേഴ്സ്, ഹിഡൻ ടാലൻസ് ഒരുപാട് ഏരിയകളിലും ഒരുപാട് ഡിസ്ട്രിക്റ്റുകളിലും ഒരുപാട് കോളേജിലും സ്കൂളിലും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. സോ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും വലിയ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് ഹിഡനായി കിടക്കുന്ന പ്ലേയേഴ്സ് വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ മുൻകാലത്ത് ഉണ്ടായ അധികം പ്ലേയേഴ്സ്, ഈ റീസെൻ്റായിട്ട് കയറിയ അധികം പ്ലേയേഴ്സും എല്ലാം ത്രൂ അക്കാഡമിയിൽ നിന്ന് വന്നതല്ല. ഓരോരോ ആൾക്കാരും ഇങ്ങനെ ഹിഡനായിട്ട് വന്ന് ഏതെങ്കിലും ഒരു കോച്ച് ഫൈൻഡ് ചെയ്ത് അങ്ങനെ വന്നതാണ്. സോ അതിനൊരു വലിയ സ്റ്റേജ് ആവട്ടെ, അല്ലെങ്കിൽ അതിനൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ പ്ലേയേഴ്സിനെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഈ ഇനിഷ്യേറ്റീവ് ഇനിയും തുടരട്ടെ, കേരളം ഫുട്ബോളിന് വർത്താവട്ടെ. ലെറ്റ്സ് ഹോപ്പ്.